ആഷ്മി താജ് ഇബ്രാഹിം ചൂരൽമലയിൽ നിന്ന് പുത്തുമലയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഷ്മി നമുക്കൊപ്പം ചേരുകയാണ്. ആഷ്മി, ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന ഈ ഈ ഈ റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇനി വേണ്ടത് കണ്ണീരോ അതല്ലെങ്കിൽ നൊമ്പരമോ മാത്രമല്ല, ഇവർക്കൊക്കെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നികത്താൻ നമുക്ക് കഴിയത്തുമില്ല. എന്നാൽ ഇവർക്ക് ടൗൺഷിപ്പും താമസവും അവരുടെ ജീവിതവും ഒക്കെ കുറച്ചെങ്കിലും കരുപിടിപ്പിക്കാൻ നമുക്ക് കഴിയണം. SK ഉറപ്പായും ഇനി അതുതന്നെയാണ്. ഇനിയും ജീവിതം മുന്നോട്ടേക്ക് എങ്ങനെ പോകുന്നു എന്നതിനെ കുറിച്ച് തന്നെ സീരിയസ് ആയി ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതിൽ പുനരധിവാസം ജസ്റ്റ് വീട് മാത്രമല്ല, ജീവനോപാധികളടക്കമുള്ള കാര്യങ്ങൾ അതിലുണ്ട്. SK അതിനെപ്പറ്റി സീരിയസ് ആയുള്ള ഗുരുതരമായ ചർച്ചകൾ എന്തായാലും അത് തുടങ്ങി വെക്കേണ്ട സമയം അതിക്രമിച്ചു. നമ്മൾ ഇന്നലെ എൻകൗണ്ടർ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ എല്ലാ ആൾക്കാരും പറയുന്നത് തന്നെയായിരുന്നു, SK ഈ രീതിയിൽ ഈ രീതിയിൽ അധികം നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. കേവലം ഒരു വീട് മാത്രമല്ല, വീട് പോലും ആവുന്നില്ല, കേവലം ഒരു വീട് മാത്രമല്ല, ജീവനോപാധി അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. SK നമ്മൾ പുത്തുമലയിലേക്ക് പോവുകയാണ്. പുത്തുമലയിലേക്ക് പോകുന്നത് പുൽപ്പള്ളി ഓഫ് റൈഡേഴ്സ് എന്ന് പറയുന്ന ഈ ജീപ്പ് ഉടമസ്ഥരുടെ ഒക്കെ ഒരു കൂട്ടായ്മ. അവർ അക്കാലത്ത് ഒരു വർഷം മുമ്പ് ഇതേ സമയമൊക്കെ അവർ കഷ്ടപ്പെട്ട് പണിയെടുക്കായിരുന്നു. SK എന്ന് പറഞ്ഞാൽ ഈ പുഞ്ചിരിമുട്ടത്ത് ആദ്യം ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടേക്ക് ആദ്യം എത്തുന്നത് അവരാണ്. ബാക്കി ആരും എത്തുന്നതിന് മുൻപ് തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങുകയും ഒരുപാട് പേരെ ജീവനോടെ രക്ഷിക്കുകയും ഒരുപാട് മൃതശരീരങ്ങൾക്ക് എടുക്കുകയും ചെയ്ത പുൽപ്പള്ളി ഓഫ് റൈഡേഴ്സ് ഇവിടെ ക്യാപ്റ്റൻ ഋഷി രാജലക്ഷ്മി ഇവിടെ വന്ന് നടത്തിയ സേനയ്ക്കൊപ്പം അവർ സേനാ ക്യാപ്റ്റനൊപ്പം ഇവർ വളരെ സജീവമായി നിൽക്കുകയും ഏറ്റവും ഒടുവിൽ ഋഷി ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും ഇവരെ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞു പോയതൊക്കെ വലിയ വാർത്തയായതാണ്. അതുകൊണ്ട് അപ്പൊ നമ്മളങ്ങനെ ഈ പുൽപ്പള്ളി ഓഫ് റൈഡേഴ്സിനൊപ്പമാണ് പുത്തുമല, അവിടുത്തെ ഹൃദയഭൂമി എന്നാണ് ഇപ്പോൾ അതിന്റെ പേര്. SK പുത്തുമല ഹൃദയഭൂമിയിലാണ് അവിടെ എല്ലാവരും അടക്കം ചെയ്തിരിക്കുന്നത്. അത് ഒരു വേദനയുടെ കേന്ദ്രബിന്ദുവായി മാറുന്നുണ്ട്. അപ്പൊ ആ ഹൃദയഭൂമിയിലേക്ക് നമ്മൾ ഈ പുൽപ്പള്ളി ഓഫ് റൈഡേഴ്സിനൊപ്പം അവിടുന്ന് മുണ്ടക്കൈയിൽ നിന്ന് പുതുപ്പള്ളിയിലേക്കുള്ള 4 കിലോമീറ്റർ ഇവർക്കൊപ്പം പോകാമെന്ന് വിചാരിക്കായിരുന്നു. SK നമുക്കിപ്പം ഒരു ചേട്ടനുണ്ട്, ഗ്രേറ്റർ അവരുടെ നേതാവുകൾ, അവരുടെ നേതൃസ്ഥാനത്തുള്ള ഒരാളാണ്. ആ ഓർമ്മകളൊക്കെ ഇപ്പോൾ സജീവമായി നിൽക്കുകയാണ്. വേദന അല്ലേ? ഓർമ്മകളുണ്ട്. വളരെ ദുഃഖകരമായൊരു ഓർമ്മകളാണ്. അതിനുപരി അതിന് തലേദിവസം, ഈ ഉരുൾപൊട്ടലിന്റെ തലേദിവസം ഞങ്ങൾ ഇവിടെ ആടിപ്പാടി വളരെ സന്തോഷത്തോടെ ഞങ്ങളെ മനസ്സിലെ ദുഃഖങ്ങൾ ഇറക്കി വെച്ച പോയ സ്ഥലമാണ്. പക്ഷെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഇവിടെ തിരിച്ചു വരേണ്ട വന്നത് അതിലേറെ ദുഃഖങ്ങൾ ഏറിയാണ്. ആദ്യം വന്ന് നിങ്ങളാണ് ഒരുപാട് പേര് രക്ഷിക്കാനൊക്കെ കഴിഞ്ഞു അല്ലെ? അതായത് ഈ മറ്റേ വില്ലേജ് റോഡിലായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനം. ഇപ്പൊ ഈ വേലിപ്പാലം കെട്ടിയ സ്ഥലങ്ങളിൽ കൂടുതലും ആളുകളുടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്ന ഇവിടെയായിരുന്നു. പക്ഷെ വില്ലേജ് റോഡ് ഭാഗത്ത് അങ്ങനെ ഫോക്കസ് ഇല്ലായിരുന്നു. ആ ഭാഗത്തായിരുന്നു ഞങ്ങൾ കൂടുതൽ പ്രവർത്തനം. അന്ന് അവിടെ കുടുങ്ങിക്കിടന്ന ആളുകളെ ഞങ്ങള് അവിടുന്ന് ഞങ്ങളുടെ സൈനിക വാഹനം ഉൾപ്പെടെ പഴയ ലേലത്തിനെടുത്ത വാഹനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ജീപ്പും ഓഫ് റോഡ് ജീപ്പും അങ്ങനത്തെ അനുബന്ധ സാധനം, ട്രാക്ടർ, JCB എല്ലാം അനുബന്ധ വാഹനങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഇവിടെ വന്നു. വില്ലേജ് റോഡിൽ നിന്നാണ് ആദ്യമേ പ്രവർത്തനം തുടങ്ങിയത്. ആദ്യമേ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, കുടുങ്ങിക്കിടന്ന ആളുകളെ ഒക്കെ ഇപ്പുറം കൊണ്ട് സേഫായ സ്ഥലത്തോട്ട് ക്യാമ്പുകളിലോട്ട് മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ അവിടെ ഒരു 100 ചില്ലറ ആളുകളെ ഞങ്ങൾ അവിടെ നിന്നും ഇങ്ങോട്ട് കയറ്റിവിട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾ ബോഡി തിരയാൻ വേണ്ടി ഇറങ്ങിയത്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഞങ്ങൾ ഏകദേശം 43 ബോഡിയോളം കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നീട് 3-ാം ദിവസം തൊട്ട് സൈന്യത്തിന്റെ ഒപ്പമായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനം. അങ്ങനെ ഒരു 12 ദിവസത്തെ പ്രവർത്തനത്തിന് ശേഷമാണ് ഞങ്ങളുടെ ടീമങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞത്. സൈന്യത്തിനൊപ്പം ഈ പറഞ്ഞ 13 ദിവസം നിങ്ങൾ എല്ലാവരും ഇവിടെ മുകളിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതീവ ദുർഘടമായിരുന്നു. നമ്മൾ ഇപ്പൊ കാണുന്ന സ്ഥലമൊന്നുമല്ല. അങ്ങോട്ട് നമ്മളത് റിപ്പോർട്ടിങ് വരുമ്പോഴൊക്കെ അങ്ങോട്ട് കടക്കാനൊക്കെ വലിയ പ്രയാസമായിരുന്നു. അപ്പൊ നിങ്ങൾ ആദ്യം വന്നവരാണ്. തീരെ പ്രയാസമുള്ള സ്ഥലമാണ്. അപ്പൊ തീരെ പ്രയാസമുള്ള സ്ഥലത്തൊക്കെ ആ അനുഭവം, അത് ജീവിതകാലത്തേക്കുള്ള അനുഭവമാണ് അല്ലേ? അത് ജീവിതകാലത്തേക്കുള്ള അനുഭവമാണ്. കാരണം അത്രയും ദുഷ്കരമായ സ്ഥലങ്ങളായിരുന്നു അത്. കാരണം നമ്മൾ മാത്രമല്ല, ഞങ്ങളെപ്പോലെ മറ്റു സംഘടനകളും കൂടുതലുണ്ടായിരുന്നു. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ആ രക്ഷാപ്രവർത്തനങ്ങളും വേഗത്തിൽ ആളുകൾ കണ്ടെത്താനും വളരെ എളുപ്പത്തിൽ കഴിഞ്ഞത്. പിന്നെ ഇവിടെ പ്രദേശമായ ഞങ്ങളെപ്പോലുള്ള ആളുകൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഓരോ സാധാരണ ആളുകളാണ്. വലിയ രീതിയിൽ സാധാരണ പാടത്തും പറമ്പിലും ഇങ്ങനെയെല്ലാം പണിയെടുക്കുന്ന ആളുകളാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ടെറൈനുകളിൽ വണ്ടി ഓടിച്ചും അല്ലെങ്കിൽ തൊഴിലെടുത്തും ഞങ്ങളുള്ള പരിചയം കൊണ്ടാണ് ഞങ്ങളെ ഈ കൂട്ടായ്മയ്ക്ക് ഇത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറഞ്ഞത്. കൂടാതെ ഞങ്ങളുടെ ഗ്രൂപ്പ് അംഗങ്ങൾ തന്നെ 30 പേരാണ്. ഈ 30 പേരടങ്ങിയ സംഘത്തിന് അതിൽ എഞ്ചിനീയർമാർ ഉൾപ്പെടെ നഴ്സിംഗ് എല്ലാ മേഖലയിലും പ്രാവീണ്യമുള്ള ആൾക്കാർ ഇതിനകത്ത് ഉണ്ട്. അപ്പം ഇത് പുൽപ്പള്ളി ഓഫ് റൈഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനൊപ്പമാണ് നമ്മൾ പോകുന്നത്. പുൽപ്പള്ളി ഓഫ് റൈഡേഴ്സ് മാത്രമായിരുന്നില്ല അന്ന് അവിടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ SK അന്ന് നമ്മൾ കണ്ടതാണ്. കൈമെയ് മറന്നുള്ള സന്നദ്ധ സംഘടനകൾ, വിവിധ സംഘടനകൾ ഇങ്ങോട്ടേക്ക് എത്തി ഏതെങ്കിലും തരത്തിലുള്ള ലാഭേച്ഛയില്ലാതെ, ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലേച്ഛയില്ലാതെ നൂറുകണക്കിനായ മനുഷ്യർ ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ അതിന്റെ കൂട്ടത്തിൽ പുൽപ്പള്ളി ഓഫ് റൈഡേഴ്സും വളരെ സജീവമായി പ്രവർത്തി. മാത്രമല്ല ക്യാപ്റ്റൻ ഋഷി രാജലക്ഷ്മിക്കൊപ്പമൊക്കെ അവർ വളരെ സജീവമായി. അങ്ങോട്ട് പോവാ ഹൈ
അപ്പൊ പുത്തുമല SK പുത്തുമലയോട് നമ്മൾ പോകുന്നു. പുത്തുമല ഹൃദയഭൂമി SK നേരത്തെ പറഞ്ഞത് തന്നെയാണ് പ്രധാനം. ഇനിയിപ്പോ അവർക്ക് ആവശ്യം SK എന്തായാലും കഴിഞ്ഞു. ഉറപ്പായി നമുക്ക് ഈ 1ാം വാർഷികത്തിൽ ആ ഓർമ്മകൾ പങ്കുവെക്കേണ്ടതുണ്ട്. അവരെ വിട്ടുപിരിഞ്ഞവരെ, എല്ലാ കാലത്തേക്കുമുള്ള വേദനകൾ അവരെ വിട്ടുപിരിഞ്ഞവരെ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ആ വേദന പറയുമ്പോൾ ഉറപ്പായും അവർ കരയും, അവർ വൈകാരികമാകും, അവർക്കൊരു കാലത്ത് മറക്കാൻ കഴിയാത്ത വേർപാടുകൾ SK അവയൊക്കെയും. പക്ഷേ ആ വേദനകൾക്കപ്പുറത്തേക്ക് ഇനി അവർക്ക് മുന്നോട്ടേക്കുള്ള പോക്ക് എന്ത് എന്നത് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. അതിന് ആദ്യമായി വേണ്ടത് വീടാണ്. SK നമുക്കറിയാം, നമ്മൾ സർക്കാർ അതിനുള്ള ദൗത്യം ചെയ്യുന്നു. അന്ന് ഇവിടെ വരുമ്പോൾ സർക്കാർ ആഷ്മി താജ് ഇബ്രാഹിമാണ് നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.